ഹലോ ഫ്രണ്ട്സ്, GK വേൾഡിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി ഈ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. LDC എക്സാം ആയതുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരവും ഇനി മുതൽ മുൻ വർഷത്തെ ആവർത്തന ചോദ്യോത്തരങ്ങളും സിലബസിലെ ഓരോ ടോപ്പിക്സിൽ നിന്നും വരാൻ സാധ്യതയായിട്ടുള്ള ചോദ്യോത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയ കുറേയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എക്സാമിന് മുമ്പ് ഞാൻ മാക്സിമം ക്ലാസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരുന്നതാണ്. ഇനി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ കേരളത്തിന്റെ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും സാമ്പത്തികവും വ്യാവസായികവുമായ നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം കേരളത്തിന്റെ ചരിത്രപരവും ഭൂമിശാസ്ത്രവുമായ പ്രാധാന്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ഐന്തിണകൾ ഏതെല്ലാമാണ്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഐന്തിണകൾ ഏതെല്ലാം? കുറിഞ്ഞി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ ഇതെല്ലാമാണ് ഐന്തിണകൾ. ഇനി അടുത്തതായി, പർവ്വത പ്രദേശങ്ങൾ ഏതു തിണയിൽ ഉൾപ്പെടുത്തിയിരുന്നു? കുറിഞ്ഞി. കുറിഞ്ഞി എന്ന് പറയുന്ന തിണകളിലാണ് പർവ്വത പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. വനങ്ങളും മേച്ചിൽപ്പുറങ്ങളും നിറഞ്ഞ തിണ ഏതായിരുന്നു? മുല്ല. മുല്ല എന്ന് പറയുന്ന തിണയിലാണ് വനങ്ങളും മേച്ചിൽപ്പുറങ്ങളും നിറഞ്ഞു നിൽക്കുന്നത്. കൃഷിഭൂമികളായ സമതലങ്ങൾ നിറഞ്ഞു നിന്ന തിണ ഏതായിരുന്നു? മരുതം. ഈ തിണകളെല്ലാം മാറിപ്പോകരുത്, ശ്രദ്ധിച്ച് പഠിക്കാം. സമുദ്രതീര പ്രദേശമായ തിണ ഏതായിരുന്നു? നെയ്തൽ. നെയ്തൽ എന്ന തിണയിലാണ് സമുദ്ര തീരപ്രദേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഊഷര ഭൂമി നിറഞ്ഞ തിണ പാലയാണ്. കാലിമേക്കലും അനുബന്ധ തൊഴിലുകളും നടത്തിയിരുന്നത് ഏത് തിണയിലാണ്? മുല്ലൈ. കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ചിരുന്നത് ഏതു തിണയിലെ നിവാസികളാണ്? മരുതം. ശ്രദ്ധിക്കുക, മരുതം എന്ന് പറയുന്ന തിണയിലെ നിവാസികളാണ് കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ചിരുന്നത്. എന്നാൽ കാലിമേക്കലും അനുബന്ധ തൊഴിലുകളും ചെയ്തിരുന്നത് മുല്ലൈ എന്ന് പറയുന്ന തിണയിലും തേൻ ഉൾപ്പെടെയുള്ള കാട്ടു വിഭവങ്ങളുടെ ശേഖരണം ചെയ്തിരുന്നത് കുറിഞ്ഞി എന്ന് പറയുന്ന തിണയിലെ നിവാസികളുമായിരുന്നു. മത്സ്യബന്ധനം ഏതു തിണയിലെ മുഖ്യ ഉപജീവന മാർഗമായിരുന്നു? നെയ്തൽ എന്ന് പറയുന്ന തിണയിലെയായിരുന്നു. കൊള്ളയടി മുഖ്യ തൊഴിലാക്കിയിരുന്നത് പാലൈ എന്ന് പറയുന്ന തിണയിലെ ജനങ്ങളായിരുന്നു. ഏറ്റവും അധികം ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഏതു തിണയിലാണ്? മരുതം എന്ന് പറയുന്ന തിണയിലാണ് ഏറ്റവും അധികം ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിച്ചിരുന്നത്. പെരിയാറിൽ ഏതു വർഷമുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് കൊടുങ്ങല്ലൂർ അഴിമുഖം നികന്നുപോയത്? 1341. തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ച ഈജിപ്ഷ്യൻ നാവികനാരാണ്? ഹിപ്പാലസ്. AD 45 അദ്ദേഹം തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചു. ചാണക്യന്റെ അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ്? പെരിയാർ. പെരിയാർ നദിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏത് നദിയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത്? കേരളത്തിന്റെ പമ്പ നദിയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത്. കേരളത്തിലെ മരുമക്കത്തായത്തെക്കുറിച്ച് ആദ്യമായി സൂചിപ്പിക്കുന്ന വിദേശ ഗ്രന്ഥകാരനാരാണ്? ഫ്രിയാർ ജോർഡാനസ് എന്ന വിദേശ ഗ്രന്ഥകാരനാണ് കേരളത്തിലെ മരുമക്കത്തായത്തെക്കുറിച്ച് ആദ്യമായി സൂചിപ്പിച്ചത്. ആരാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത്? മാസ്റ്റർ റാൽഫ് ഫിച്ചിനെയാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെട്ടിരുന്നത്. മട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരം 1555 പണിതീർത്ത യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ് മട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരത്തിന്റെ പണി തീർത്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ഞാൻ മുൻപ് പോയ എപ്പിസോഡുകളിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ നിന്നൊക്കെയാണ് ഈ ആവർത്തന ക്വസ്റ്റ്യൻസും അതേപോലെ ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ അതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുരുമുളകിനെയാണ് ഗ്രന്ഥകാരന്മാർ യവനപ്രിയ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രാചീന ഭാരതത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെട്ട കേരളത്തിലെ തുറമുഖം ഏത്? കൊടുങ്ങല്ലൂരാണ്
പ്രവേശന കവാടം, പ്രാചീന ഭാരതത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെട്ടിരുന്നത്. മിസിരിസ്, മഹോദയപുരം, മഹോദയപട്ടണം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? അതും കൊടുങ്ങല്ലൂർ തന്നെയാണ്. കൊടുങ്ങല്ലൂരിന്റെ മറ്റുള്ള പേരുകളാണ് മിസിരിസ്, മഹോദയപുരം, മഹോദയപട്ടണം. അതേപോലെ തന്നെ പ്രാചീന ഭാരതത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന കേരള തുറമുഖവും കൊടുങ്ങല്ലൂർ തന്നെയാണ്. ദക്ഷിണ നാളന്ദ എന്നു പേരുകേട്ട പ്രാചീന കേരളത്തിലെ പഠന കേന്ദ്രം ഏതാണ്? കാന്തള്ളൂർ ശാല. തെക്കൻ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ഏതാണ്? ആയ് രാജവംശമാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം. കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ്? AD 825 കൊല്ലവർഷം ആരംഭിക്കുമ്പോൾ ചേര ചക്രവർത്തി ആയിരുന്നത് രാജശേഖര വർമ്മനായിരുന്നു. സാമൂതിരിയുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? അരിയിട്ടു വാഴ്ച എന്നാണ് സാമൂതിരിയുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് കുറച്ച് സാമൂഹിക നേട്ടങ്ങളിലേക്ക് കടക്കാം. സാക്ഷരതയിൽ ഇന്ത്യയിൽ എത്രാം സ്ഥാനമാണ് കേരളത്തിന്? 1ാം സ്ഥാനമാണ് കേരളത്തിന് സാക്ഷരതയിൽ ഇന്ത്യയിൽ തന്നെ ലഭിച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ പട്ടണം ഏതാണ്? കോട്ടയമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ പട്ടണം. അത് 1989 കോട്ടയത്തിന് ആ ഒരു പദവി ലഭിച്ചത്. കേരളത്തെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായി 1991 ഏപ്രിൽ 18 പ്രഖ്യാപിച്ചത് എവിടെ വെച്ചാണ്? കോഴിക്കോട് വെച്ചിട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രൈമറി വിദ്യാഭ്യാസ സംസ്ഥാനം ഏതാണ്? കേരളമായിരുന്നു. പൊതുസ്ഥലത്തെ മലമൂത്ര വിസർജന വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഈ കഴിഞ്ഞ 2016 നവംബറിലാണ് കേരളത്തെ പൊതുസ്ഥലത്തെ മലമൂത്ര വിസർജന വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2011. ദേശീയ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കിന്റെ കീഴിലുള്ള സമ്പൂർണ്ണ കവറേജിനുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അതും നമ്മുടെ കേരളം തന്നെയാണ്. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനവും നമ്മുടെ കേരളം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ 1973 പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിൽ. ഇനി നമുക്ക് സാമ്പത്തികവും വ്യാവസായികവുമായ നേട്ടങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ ഏറ്റവും സമ്പന്നമായ ജില്ല ഏതാണ്? എറണാകുളം ജില്ല. എറണാകുളം ജില്ലയാണ് സംസ്ഥാനത്തെ ഏറ്റവും സമ്പന്ന ജില്ല. കേരളത്തിലെ ഏതു പ്രദേശത്താണ് ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ ഖനനം ആരംഭിച്ചത്? വയനാട്ടിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായ സ്വർണ്ണ ഖനനം ആരംഭിച്ചത്. ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല ഏതാണ്? എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാന പരമ്പരാഗതമായ വ്യവസായ മേഖല ഏതാണ്? കയർ വ്യവസായമാണ് കേരളത്തിലെ ഏറ്റവും പ്രാധാന്യവും പരമ്പരാഗതമായ വ്യവസായവും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാക്ടറികളുള്ള ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ 1881 സ്ഥാപിച്ചത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ സ്ഥാപിച്ചത്. 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ ആരംഭിച്ച അമേരിക്കക്കാരനാരാണ്? അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് ഡാറ എന്നാണ്. കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന്റെ കേന്ദ്രം ഏതാണ്? അതും കൊല്ലം ജില്ലയാണ്. കശുവണ്ടി ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. ശ്രദ്ധിക്കുക, കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരും ഏറ്റവും കൂടുതൽ കശുവണ്ടി വ്യവസായത്തിന്റെ കേന്ദ്രം കൊല്ലവുമാണ്. മാറിപ്പോകരുത്. സംസ്ഥാന സർക്കാർ കയർവർഷമായി ആചരിച്ച വർഷം ഏതാണ്? 2010 ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രമായി 2013 പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? കുമരകമാണ്. കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങലാണ് കരകൗശല ഗ്രാമമായി 2007 ടൂറിസം വകുപ്പ് ഏറ്റെടുത്തത്. തീർച്ചയായും നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. തീർച്ചയായും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക, ആവർത്തിച്ചു പഠിക്കുക. തീർച്ചയായും ഇതെല്ലാം തന്നെ വരുന്ന LDCയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും മുൻവർഷത്തെ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് 100% ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ
പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാസ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ FB പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.